ഹായ് സിസ്റ്റേഴ്സ്, വെൽക്കം ബാക്ക്. നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നാൽ വെറൈറ്റി ആയിട്ടുള്ളതും ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. തന്നെ 1/4 കപ്പ് ഇളം ചൂട് പാലെടുക്കുക. അതിലോട്ട് ഒരു സ്പൂൺ മാത്രം, ടീസ്പൂൺ ഫുൾ എടുക്കണ്ട, ഒരു പകുതി ഇത്രയും മതി. ഇത്ര വിനാഗിരി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അവിടെ മാറ്റി വെക്കണം. അപ്പോഴത്തേക്കും ഇത് നല്ലോണം ഒന്ന് പിരിഞ്ഞ് കിട്ടും. ഇതിന് പകരം ബട്ടർ മിൽക്കൊന്നും എടുക്കണ്ട, പാൽ തന്നെ എടുത്താൽ മതി കേട്ടോ. നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ചിട്ട് ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് മൈദാപ്പൊടിയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, പൊടിച്ചിട്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്, അല്ലാതെ അല്ല. ഇനി 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ അതിട്ട് കൊടുക്കുക. ഇനി ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കണം. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. ഇനി 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതിട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഇങ്ങനൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. നമുക്കിതവിടെ മാറ്റി വെക്കാം. ഈ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, ഒന്നും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഈ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ച് കൊടുക്കാം. അതിൽ കൂടി പോകണ്ട, ഈ അളവൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടി കലക്കി കൊടുക്കുക. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇതേപോലെ കിട്ടണം. നിങ്ങൾക്ക് നല്ലൊരു കട്ടി തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതേ പരുവാക്കണം. ഞാൻ കുറച്ചും കൂടി 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് വിട്ടുപോയി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എസൻസ് ഒഴിക്കണം. വനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ വെച്ച് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് വേണ്ടത് കളറാണ്. റെഡ് കളർ, ജെൽ കളറാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇടണമെന്ന് നിർബന്ധമില്ല. കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ കളർ ഇട്ട് കൊടുത്താൽ. ഇപ്പോൾ 3 ഡ്രോപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെഡ് വെൽവെറ്റ് വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് പിന്നെ കാണുമ്പോൾ അറിയും. എല്ലാവരും ഉണ്ടാക്കും പോലത്തെ ടിന്നിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്, അതിനുണ്ടൊരു വെറൈറ്റി. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പൈപ്പിംഗ് ബാഗാണ്. ഒരു കപ്പിലോട്ട് വിരിച്ച് കൊടുത്തിട്ട് നമുക്കിത് പൈപ്പിംഗ് ബാഗിലോട്ടാക്കി മാറ്റാം. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാലിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. ഇതാകുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ നല്ല വൃത്തിക്ക് കിട്ടും. അതിനായിട്ടാണ് ഈ കവറൊക്കെ എല്ലാവരും വീട്ടിലും കേക്ക് ഉണ്ടാക്കുന്ന വീട്ടിലെല്ലാം കാണും. ഇനി ഇത് കട്ട് ചെയ്യണം. ഇതിന് മുന്നേ ആയിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ്. ഇതിലോട്ട് കുറച്ച് മാത്രം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് മുന്നേ ഞാനിതിന് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലവണ്ണം ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലായിടത്തും ഈ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട. ആദ്യം പകുതി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സാധനം കൂടി ഒന്ന് വെക്കാനുണ്ട്, അതുവരെ വെയിറ്റ്. ഇനി ഇതിന് നടുക്കലായിട്ട് വൈറ്റ് മിൽക്ക് ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. എല്ലായിടത്തും ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും അത് മൂടത്തക്ക വിധത്തിൽ വീണ്ടും ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. ഈ സമയമെല്ലാം തീയൊന്ന് ശ്രദ്ധിക്കണം, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ എല്ലാം ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. ഫുള്ളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്, ഇത് കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ അതിനുള്ള സ്ഥലം കൂടി ബാക്കി വെച്ചേക്കണേ. ഞാൻ എല്ലാത്തിനും ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചില സ്റ്റൗവിൽ ചില വേവിൻ്റെ എന്താ പറയുക ടൈം കൂടുതലോ കുറഞ്ഞിട്ട് കാണും. അത് നമുക്കിപ്പോൾ കേക്ക് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്താൽ മതി. നമുക്ക് തുറന്ന് നോക്കാം. 15 മിനിറ്റിനകത്ത് തന്നെ ഇതായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം.
നമുക്കിങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിനെ. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കഴിക്കാനോ പറയണ്ടല്ലോ. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അതിനുള്ളിൽ മിഠായിയൊക്കെ എന്തായി നോക്കാൻ. നല്ല ചൂടുണ്ട് ആണല്ലോ. ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് റെഡ് വെൽവെറ്റ്. ഇതിന് ഓവനോ ബീറ്ററോ ഒരു ടൂൾസോ ഒന്നും ഇല്ലാതാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരു ഷെയറും കൂടി ചെയ്യണേ.